ഉള്ളു കേട്ടെ. അപ്പൊ ഹോസ്റ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ നിൽക്കുന്ന പ്രഗ്നന്റ് വുമൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അത് തന്നെ, ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഫോർ ബേബി. ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ വേറെ ഒന്നുമല്ല, എന്റെ ഫസ്റ്റ് ഡെലിവറി സമയത്ത് ഞാൻ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും കുറെ സെർച്ച് ഒക്കെ ചെയ്യുമല്ലോ, അങ്ങനെ കുറെ നോക്കിയിട്ട് ഞാൻ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്റെ സെക്കൻഡ് ഡെലിവറി സമയമായപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വെറും അത്യാവശ്യം മാത്രമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ കൂടി അത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എന്തായാലും ഓരോ സാധനങ്ങളായിട്ട് പരിചയപ്പെടാം. ഇത് നമുക്ക് 5 പീസ് വരുന്നത് നമ്മുടെ ജെബിലാസ് ആണ്, ബട്ടൺ ജെബിലാസ് ആണ് കേട്ടോ, കോട്ടന്റെ മസ്ലിന്റെ ക്ലോത്ത് ആണ്. ഇത് ഞാൻ ഇതിന്റെ ഓൾറെഡി ഈ പ്രോഡക്റ്റിന്റെ എല്ലാം ഓൾറെഡി വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിൽ പോയി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇൻസ്റ്റയിൽ പോയി പ്രോഡക്റ്റ് ചെക്ക് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആവാത്തത് കൊണ്ട് എനിക്ക് യൂട്യൂബിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയുടെ ലിങ്ക് എന്റെ പ്രൊഫൈലിൽ കയറുമ്പോൾ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിലൂടെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ ഞാൻ ഈ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുള്ളത്. ഓൺലൈനിലാണ് ഞാൻ എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ചൂടിൽ നമുക്ക് പുറത്തു പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ എല്ലാം ഓൺലൈനിൽ നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് 3 പീസ് വരുന്ന റോംബേഴ്സ് ആണ് കേട്ടോ. കോംബോ പാക്കിൽ 3 പീസ് വരുന്ന റോംബേഴ്സ് ആണ് കേട്ടോ ഇത്. ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ചിലരുടെ വിചാരമുണ്ട് ഷോപ്പിൽ പോകുമ്പോഴേ ക്വാളിറ്റി നല്ലത് കിട്ടും, ഓൺലൈനിൽ വാങ്ങിച്ച ക്വാളിറ്റി നല്ലതായിരിക്കില്ല എന്നുള്ളത്. അത് വെറും പൊട്ടത്തരമാണ് കേട്ടോ. ഫേസ് ടവലാണ് കേട്ടോ ബേബീസിനുള്ളത്. ബേബീസിന് ബട്ട് ചെയ്യുമ്പോഴൊക്കെയും ഫീഡ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും കുളിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ്. അടുത്തത് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. 5 പീസ് വരുന്ന നാപ്പീസ് ആണിത്. അടുത്തത് സ്വാഡിൽസ് ആണ് കേട്ടോ. ഇതും 5 പീസ് വരുന്ന സ്വാഡിൽസ് ആണ്, മസ്ലിന്റെ ക്ലോത്ത് തന്നെയാണ്. ഇതും നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. വൈറ്റ് കളറിലെ 5 ഡിഫറെന്റ് പ്രിന്റുകളാണ് കേട്ടോ. 2, 3, 4, 5. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, കഴുകി ഉണക്കി തേച്ച് ഞാൻ വെച്ചിരിക്കുന്ന സാധനം ആയതുകൊണ്ടാണ് കേട്ടോ. ഇനിയും ഓപ്പൺ ചെയ്ത് മടക്കുന്നത് നല്ല ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അടുത്തത് ഞാൻ 5 പീസ് വരുന്ന കോംബോ ഓഫറിൽ തന്നെ ഞാൻ 5 ഉടുപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 5 പീസും നല്ല ക്യൂട്ട് കളറുകളാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പ്രിന്റുകളുമാണ് കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു ഉടുപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഈ ഒരു ഉടുപ്പിൽ തന്നെ ഈ നാപ്പീസും കൂടി അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ സെയിം കളറും സെയിം പ്രിന്റും തന്നെയാണ്. ഇത് ജസ്റ്റ് ഒരു തുണി മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പോ പാമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പാമ്പേഴ്സ് കാണാതിരിക്കാനായാലും ഇപ്പൊ നമ്മൾ തുണി യൂസ് ചെയ്തിട്ടും തുണിയുടെ പുറത്ത് നമുക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. വൃത്തിയോടൊന്ന് മാറിക്കിട്ടും. ഇത് എങ്ങനെയാണ് കെട്ടി വെക്കുന്നത് വെച്ചാൽ ഈ ഫ്രണ്ടിൽ ഹോൾ ഉണ്ടല്ലോ, അതിൽ കൂടി 2 വെള്ളയും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കെട്ടി വെക്കുന്നത്. 5 പീസ് ടോപ്പിനോടൊപ്പം തന്നെ 5 പീസ് ബോട്ടം വെയറും കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ ക്വാളിറ്റി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു റേറ്റിൽ ഈ ഒരു ക്വാളിറ്റി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അടുത്തത് ടവലാണ് കേട്ടോ. ഞാൻ 2 ടവലാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ടവലാണിത്. ഇത് നമുക്ക് റിസീവിംഗ് ടവലായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അതല്ല അതിനെയും കാട്ടി നമുക്ക് റൂമിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ബേബിക്ക് ടവൽ വേണമല്ലോ. സോ അതിനുവേണ്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ബേബീനെ റിസീവിങ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ച ടവല്. നല്ല സോഫ്റ്റ് ആണ്. ഞാൻ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ബേബിക്ക് എന്തായാലും നമ്മൾ ബേബീനെ റാപ്പ് ചെയ്ത് കിടത്തുമ്പോൾ ബേബി നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കും. ഞാൻ ടോട്ടൽ 5 സ്വാഡൽസും 2 ബ്ലാങ്കറ്റും എടുത്തിട്ടുണ്ട്. 3 പാക്കിൽ വരുന്ന ഡൈ ഷീറ്റ് ആണ് മേടിച്ചിട്ടുള്ളത്. ഇത് കോംബോ 3 പീസ് വരുന്നതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. എന്റെ ഫസ്റ്റ് ബേബിക്ക് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് ബേബിക്ക് ഞാൻ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഈ 3 ഡ്രൈ ഷീറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് ബേബിക്ക് എന്തായാലും പാമ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വീട്ടിൽ കൊണ്ടുവന്നിട്ടായിരിക്കും നമ്മൾ ഡ്രൈ ഷീറ്റ് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ എന്തായാലും 2 ഡ്രൈ ഷീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളതാണ് നമ്മുടെ നെസ്റ്റ് ബെഡ്. ഇത് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. ഫസ്റ്റ് ഡെലിവറി സമയത്ത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇത് യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ബേബീനെ കിടത്താനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. മോസ്കിറ്റോ നെറ്റ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഇത് കോംബോ 3 പാക്ക് വരുന്ന ബെഡ് സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തത് നമ്മുടെ ക്യാരിങ് ബാഗ്. ഇതും ക്യാരിങ് ബാഗും ഇതും ഒരു റൗണ്ട് ബെഡും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ 3 പാക്ക് കോംബോയിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് കാണണ്ടേ,
കണ്ടോ? പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കാണാം, പിന്നീട് നമുക്കൊരു ബെഡായിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതൊന്ന് മടക്കി വെച്ചാൽ, ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു ബെഡായിട്ട് പിന്നെ യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാരിങ് ബാഗ് റെഡിയാണ്. അടുത്തതെന്ന് വെച്ചാല് അടുത്തെന്ന് പറയുന്നത് പാമ്പേഴ്സ് ആണ് കേട്ടോ. എന്റെ ഫസ്റ്റ് ബേബിക്ക് ഞാൻ പാമ്പേഴ്സ് തന്നെയായിരുന്നു കേട്ടോ മേടിച്ചത്. പക്ഷെ പാമ്പേഴ്സിന്റെ പ്രീമിയം ആയിരുന്നു കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. വന്നിട്ടില്ല, അതുകൊണ്ട് സെക്കൻഡ് ബേബിക്ക് ഞാൻ ഈ ഒരു ചെറിയ പാക്കറ്റാണ് കേട്ടോ മേടിച്ചത്. ഓരോ ബേബിക്കും ഓരോ സ്കിൻ ടൈപ്പ് ആണ്, നമുക്ക് അറിയത്തില്ലല്ലോ. സോ അടുത്തത് വൈപ്സ് ആണ് കേട്ടോ. വൈപ്സിന് ഇത് മദർസ് പാഷന്റെ വൈപ്സ് ആണ്. 99 പ്യൂർ വാട്ടർ ആണ് കേട്ടോ. ഇതും ഞാൻ എന്റെ ഫസ്റ്റ് ബേബിക്ക് ഇത് തന്നെ സെയിം ബ്രാൻഡ് തന്നെയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലതായിരുന്നു, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഇതാണ് റിവ്യൂലേക്ക് നല്ല എല്ലാവരും കൂടുതലും പറയുന്നത്. സോ വൈപ്സ് ഇതാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. 2 പാക്ക് ഉണ്ട്. കോംബോയിൽ 2 പാക്ക് വരുന്നത് 80 പീസ് വരുന്നതാണ് കേട്ടോ. ഒരു കവറിൽ 40 പീസാണ് വരുന്നത്. ഇത് നെയിൽ ട്രിമ്മർ ആണ് കേട്ടോ. അടുത്തത് എന്റെ ഫസ്റ്റ് ബേബിക്ക് ഞാൻ ഇത് തന്നെയായിരുന്നു മേടിച്ചിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നശിച്ചൊന്നും പോയിട്ടില്ല, അത് ഇപ്പോഴും നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആണ്. അടുത്തെന്ന് പറയുന്നത് 4 പീസ് കോംബോ വരുന്ന നമ്മുടെ ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ. ഞാൻ ഈ ബെഡ് മേടിച്ചപ്പോൾ എനിക്ക് 3 പീസ് ബെഡിനൊപ്പം കൂടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഈ 4 പീസ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല, 1 പീസ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. നമ്മൾ പാമ്പേഴ്സ് മാറിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ബേബിക്ക് നമുക്ക് ഫ്രഷ് എയർ കൊള്ളിക്കണമല്ലോ. സോ അതിന് വേണ്ടിയാണ് കേട്ടോ ഡ്രൈ ഷീറ്റ് ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം മാത്രം നമുക്ക് കുളിപ്പിക്കുമ്പോൾ എണ്ണ തേക്കാൻ ഈ ഡ്രൈ ഷീറ്റ് യൂസ് ആക്കാം കേട്ടോ. ബാത്തിങ് ടവലാണ്. ഇത് ഞാൻ കൊണ്ടുപോകുന്നില്ല, കാരണം നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം നമുക്ക് എന്തായാലും ബേബിയെ കുളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. വൈപ്സ് ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ ബേബീസിന് ഒന്നും ഉണ്ടായിരിക്കും സംസാരിച്ചോട്ടാ. ഇത് നമുക്ക് ആവശ്യമില്ല, വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് എല്ലാം ഒരുമിച്ച് നോക്കി എത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കേട്ടോ. ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ ഓൺലൈനിൽ തന്നെയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കയ്യിൽ കിട്ടുന്ന ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കൈ കിട്ടിയതിന് ശേഷം ആ ഡൗട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്കാ ക്വാളിറ്റി ആണ് കേട്ടോ. നല്ല സ്റ്റോറേജ് സ്പേസ് നല്ല രീതിക്കുണ്ട്. അപ്പൊ ഈ കവറിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ബാസ്ക്കറ്റിലോട്ട് വയ്ക്കുമ്പോൾ ബേബിക്കുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിവിടെ റോംബേഴ്സും സ്പാഡിൽസും എടുക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ക്യാപ്പും മിറ്റൻസും ഷോക്സ് ഒന്നും എടുക്കാത്തത്. കാരണം ബേബീസിന്റെ കൈയും കാലൊക്കെ എന്തായാലും കവറായി കിടക്കും. സോ ഞാൻ ഹോസ്പിറ്റൽ ബാഗിലേക്ക് അത് എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഫീഡിംഗ് ബില്ലും ഞാൻ സെപ്പറേറ്റ് എന്റെ കൂടെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത്. ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിനായിട്ട് എന്റെ ബേബിക്കുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. സോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ കമന്റ് ചെയ്യാനും എന്റെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നെക്സ്റ്റ് വീണ്ടും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.